ഹായ്, ഓണത്തെ കിച്ചണിലേക്ക് സ്വാഗതം. നോമ്പ് കാലത്ത് കഴിക്കുന്ന തരിക്കഞ്ഞിയാണെന്ന്. റവക്കഞ്ഞി, മസാലക്കഞ്ഞി എന്നൊക്കെ ഈ വിഭവത്തിന് പേരുണ്ട്. പകൽ മുഴുവൻ ഫാസ്റ്റ് ചെയ്തിട്ട് വൈകുന്നേരം കഴിക്കുമ്പോൾ ശരീരത്തിന് നല്ല എനർജി കിട്ടുന്ന കഞ്ഞിയാണിത്. വേഗം ഉണ്ടാക്കുകയും ചെയ്യാം. നമ്മൾ വറുത്ത റവയാണ് എടുത്തേക്കണേ. വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. 1/2 ലിറ്റർ, അതായത് 3 ഗ്ലാസ് പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏകദേശം 3 ടേബിൾ സ്പൂൺ റവയാണ് എടുത്തേക്കണേ. അടുത്തത് ഉള്ളിയാണ്. തൊലി കളഞ്ഞ് നുറുക്കി വെച്ചിട്ടുണ്ട്. വട്ടത്തിൽ തോരന് വറുത്തിടാൻ വേണ്ടി നുറുക്കണം, അത്ര കനത്തിൽ നുറുക്കാം. പാൻ ചൂടാകുമ്പോൾ നെയ്യ് ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. ചൂടായി. ഇനി നുറുക്കി വെച്ച ഉള്ളി ചേർക്കാം. ഒന്ന് ഇളക്കാം. ഇത് നെയ്യിൽ മൊരിഞ്ഞ് വരണം. അതാണ് റവക്കഞ്ഞിക്ക് ടേസ്റ്റ് കൊടുക്കുന്ന ഫ്ലേവർ. ആദ്യം ഉള്ളി വഴറ്റി പകുതിയാകുമ്പോൾ ബാക്കി മൂപ്പിച്ചെടുക്കാനുള്ളത് ചേർക്കാം. ഉള്ളിക്ക് നട്ട്സിനൊന്നും കൃത്യമായിട്ടുള്ള കണക്കില്ല, പക്ഷെ കഞ്ഞിക്ക് ആയതുകൊണ്ട് കൂടുതൽ വേണ്ടെന്ന് മാത്രം. ഇതിൻ്റെ കണക്ക് ഓർത്ത് വെക്കാൻ എളുപ്പത്തിന് ആ കണക്കിലാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് എടുത്തേക്കണേ. അതായത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉള്ളി നുറുക്കിയത്, 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ഗ്ലാസ് പാലിന് 1 ടേബിൾ സ്പൂൺ റവ. പിന്നെ നട്ട്സും 1 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. അങ്ങനെ ഓർത്ത് വെക്കാൻ നല്ല എളുപ്പമാണ്. ഉള്ളി കളറ് മാറി വഴന്നിട്ടുണ്ട്. കാഷ്യൂ നട്ട്സ് കഷ്ണങ്ങളാക്കി ഇത് ചേർക്കാം. ഇത് വെവ്വേറെ വഴറ്റിയെടുക്കുകയും ചെയ്യാം. ഇതാണ് കൂടുതൽ എളുപ്പം. വറുത്ത് മാറ്റി വയ്ക്കാൻ നിൽക്കണ്ടല്ലോ. നോമ്പ് തുറക്ക് ശേഷം ഈ റവക്കഞ്ഞി കഴിക്കുമ്പോൾ വല്ലാണ്ട് ഹെവി ഫീൽ ഉണ്ടാവില്ല. സ്റ്റാർവ് ചെയ്ത ക്ഷീണം മാറുകയും ചെയ്യും. ഇനി 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ചേർക്കാം. മുന്തിരി നെയ്യിൽ കിടന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബോൾ പോലെയായി. ഇനി റവ. വറുക്കാത്ത റവയാണ് എടുത്തേക്കണമെന്ന് വെച്ചാലും ഈ സമയത്ത് റോസ്റ്റ് ആയിക്കോളും. പാലിൽ ഡയറക്റ്റ് ഇട്ടിട്ട് കുറുക്കണതിനേക്കാളും സ്വാദ് ഇങ്ങനെ നെയ്യിൽ മൂത്ത് വരുമ്പോഴാണ്. റവ ആദ്യം തന്നെ ഇടുമ്പോൾ. റവ മൂത്ത് വന്നു, എല്ലാം മിക്സായി. ഇനി ഏലക്കായ പൊടി 1/4 ടീസ്പൂൺ മതി, അത് ചേർക്കാം. ഒന്നുകൂടി യോജിപ്പിക്കാം. ഇനി പാലൊഴിക്കാം. 1/2 ലിറ്റർ പാലാണ്. ഈ കഞ്ഞിയുടെ കട്ടി കൂട്ടിയും കുറച്ചൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം. നമ്മൾ എടുത്ത കണക്കിനാവുമ്പോൾ അത്യാവശ്യം കുറുകിയ രീതിയിൽ കിട്ടും. പാല് നേരത്തെ തിളപ്പിച്ചിട്ടും ചേർക്കാം, അല്ലാണ്ടും ആവാം. ഇനി പഞ്ചസാര. 1 ഗ്ലാസ് പാലിന് 1 ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിൽ തന്നെയാണ് അതും എടുത്തേക്കണേ. അങ്ങനെ 1/2 ലിറ്റർ പാലിന് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഒന്ന് തിളക്കട്ടെ. റവ റോസ്റ്റ് ആയതാണ്, വേഗം തന്നെ വെന്ത് വരും. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇത്തിരി ഉപ്പ് ചേർക്കാം. വേറെ വിഭവങ്ങളുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ ലൂസായിട്ട് നേർത്ത കഞ്ഞിയായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുറുകിയ രീതിയിലാവാം. അപ്പോൾ വേഗം വയറ് നിറയുകയും ചെയ്യും. തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നട്ട്സും ഉണക്കമുന്തിരിയും നെയ്യിൽ മൊരിഞ്ഞ ഉള്ളിയും എല്ലാം ചേർന്നിട്ട് നല്ല സ്വാദാണ്. നോമ്പുള്ളപ്പോൾ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ കഞ്ഞിയാണിത്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവുന്ന ടേസ്റ്റാണ്. വളരെ കുറച്ച് നേരം കൊണ്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഇഷ്ടമായ ഓണത്തെ കിച്ചൺ ലൈക്ക് ചെയ്യുക. നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.